കിഴിശ്ശേരി GLP സ്കൂളിലെ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഞാൻ ശശി കുണ്ട്രക്കാട്, കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ. ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നിങ്ങളെ ഏവരെയും നേരിൽ കണ്ട് സംസാരിക്കാൻ സാധിച്ചില്ല. അതിനാലാണ് ഇങ്ങനെ ഒരു വോയിസിൽ വരുന്നത്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. 1987 മുതലാണ് രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മളുടെ GLP സ്കൂളിലും ഈ ദിനാചരണം നടക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം, ലഹരി നമ്മുടെ ജീവനും നാടിനും ആപത്താണെന്ന്. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ ക്രമേണ അതിനെ അടിമപ്പെടുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖം ഒന്നോർത്താൽ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള വിപത്തിൽ ചെന്ന് ചാടില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ഇത്തരത്തിലുള്ള ലഹരി വിതയ്ക്കുന്ന നാശം. ഇന്ത്യയിൽ 50 ലക്ഷത്തിൽ പരം ആളുകൾ മയക്കുമരുന്നിന് അടിമകളായി തീർന്നിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. അതുപോലെ രാജ്യത്ത് നടക്കുന്ന പല അക്രമ സംഭവങ്ങൾക്കും പിന്നിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ പോലും മയക്കുമരുന്നിൻ്റെ അടിമകളായ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും പോലീസിൻ്റെ പിടിയിലായി ശിക്ഷ അനുഭവിക്കുന്നതായും നമുക്കറിയാം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ GLP സ്കൂളിൻ്റെ തന്നെ തൊട്ടടുത്ത് നിന്ന് ഞാൻ തന്നെ നേരിട്ട് വലിയ തോതിൽ മാരകമായ മയക്കുമരുന്ന് പിടികൂടിയിരുന്നു. എത്രയൊക്കെ പോലീസ് നടപടികൾ ഉണ്ടായാലും ഇത് ഉന്മൂലനം ചെയ്യാൻ നമുക്കായിട്ടില്ല. എത്രയെത്ര കുടുംബങ്ങളാണ് ഇതിൻ്റെ പേരിൽ കണ്ണുനീർ കുടിക്കുന്നത്? എത്ര ജീവനാണ് ഇതിൻ്റെ പേരിൽ പൊലിയുന്നത്? ആഗോള വ്യാപകമായി ലഹരിക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അതിനൊന്നും ആനുപാതികമായി ലഹരിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. സ്വയം മനസ്സിലാക്കുക, നമുക്ക് ജീവിതം ലഹരി എന്ന വിപത്ത് കൊണ്ട് തച്ചുടയ്ക്കുവാനുള്ളതല്ല. നമ്മുടെ കുടുംബമാണ് നമുക്ക് പ്രിയപ്പെട്ടത്. നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. ഈ പുതുതലമുറയാണ് ലഹരിക്കെതിരെ പ്രതിഷേധിക്കേണ്ടത്. ഭ്രാന്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നാം കൂട്ടുനിൽക്കരുത്. നമുക്കും പലതും ചെയ്യാനുണ്ട്. മയക്കുമരുന്ന് വ്യാപാരത്തെയോ ഉപയോഗത്തെയോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ വിവരമറിയിക്കാം. അതിനായി കേരള പോലീസിൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട്. യോദ്ധാവ് എന്നാണ് അതിൻ്റെ പേര്. ഇതിലേക്ക് നിങ്ങൾക്ക് കാൾ ചെയ്യുവാൻ പറ്റില്ല. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഫോട്ടോസ് അയക്കാം, വോയിസ് മെസ്സേജുകൾ അയക്കാം. ഞാൻ ഈ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 99 95 96 66 66 എന്നാണ് ആ നമ്പർ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 9995966666. മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ വിവരം ശേഖരിച്ച് നിങ്ങൾക്ക് ഈ വാട്സപ്പിലേക്ക് സന്ദേശം അയക്കാം. 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്കും മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ ഒരു യോദ്ധാവാകാം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കേരള പോലീസിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
നന്ദി, നമസ്കാരം.